الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم ونعم عقبى الدار صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെട്ടു, സൂക്ഷിക്കേണ്ട വണ്ണം സൂക്ഷിച്ചു. പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തി തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും റൂഹ് വേർപിരിയുന്ന നിമിഷം വരെയും പടച്ചവനുള്ള അനുസരണത്തിൽ നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി നിലനിന്നു പോകാൻ, മരണം അല്ലാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിലായിരിക്കാൻ, നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അന്തിമമായി അല്ലാഹു വൽആഖിബത്തുൽ മുത്തഖീൻ, അന്തിമമായ വിജയം മുത്തഖീങ്ങൾക്ക് മാത്രമാണ് എന്ന് സന്തോഷ വാർത്തയെ അറിയിച്ച അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ സംസ്കരണവുമായി ബന്ധപ്പെട്ട ആലോചനകളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും പരസ്പരമുള്ള ബാധ്യതകളെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഷഹബാൻ അതിൻ്റെ പകുതിയിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷഹബാൻ അതിൻ്റെ പകുതിയിലെത്തി എന്ന് പറയുമ്പോൾ അതിനർത്ഥം റമദാനും നമ്മളും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു എന്നാണ്. കേവലം 2 ആഴ്ചത്തെ അകലം മാത്രമാണ് നമ്മളും റമദാനും തമ്മിലുള്ളത്. സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മുടെയൊക്കെ മനസ്സ് പ്രാർത്ഥന നിർഭരമാകേണ്ട നാളുകളാണ്. അല്ലാഹുവിനോട് റമദാനിലേക്ക് നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആരോഗ്യത്തോടു കൂടി പരിശുദ്ധ റമദാനിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയും
അതിനുള്ള തൗഫീഖിന് വേണ്ടിയും നമ്മൾ നാഥനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ വല്ലാത്ത ഒരു തൗഫീഖാണ് ഒരു റമദാനിൽ കൂടി ജീവിച്ചിരിക്കാൻ അവസരം ലഭിക്കുക എന്നത്. ആവശ്യമായ മുന്നൊരുക്കത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ അതിഥിയെ നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവും. ഈ റമദാനിന്റെ കാര്യത്തിൽ നമുക്കൊരു അജണ്ട ഉണ്ടാകണം. നമ്മളും നമ്മുടെ കുടുംബവും ഈ റമദാനിന്റെ എല്ലാ അനുഗ്രഹ സൽഫലങ്ങളും നമ്മൾ നേടിയെടുക്കും എന്ന കാര്യത്തിൽ നമുക്കൊരു തീരുമാനമുണ്ടാകണം. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നമ്മൾ കുടുംബത്തെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് നമ്മൾ നടത്തണം. നമ്മൾ ഒറ്റക്ക് സ്വർഗത്തിൽ പോകുന്നതിന്റെ പേരല്ല ഇസ്ലാം എന്ന് മുമ്പ് ഞാൻ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂടെ നമ്മുടെ ഇണകളും മാതാപിതാക്കളും മക്കളൊക്കെയുള്ള ഒരു സ്വർഗീയ സൗഭാഗ്യ സ്വപ്നമാണ് ഞാനും നിങ്ങളുമൊക്കെ വെച്ചു പുലർത്തുന്നത്. അതിലേക്ക് നമ്മെ ഏറ്റവും അടുപ്പിക്കാൻ, അത് കൈവരിക്കാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ. ആ അർത്ഥത്തിൽ ആവശ്യമായ മുന്നൊരുക്കത്തോടു കൂടി നല്ല ആസൂത്രണത്തോടു കൂടി അള്ളാഹുവിന്റെ മാസത്തിലേക്ക് പ്രവേശിക്കാൻ ഇനിയുള്ള നാളുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. എവിടെയൊക്കെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുടുംബഘടനയിൽ, കുടുംബത്തിന്റെ ഇസ്ലാമികമായ വൽക്കരണത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ നന്മകൾ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും അഡോപ്റ്റ് ചെയ്യുന്നതിൽ, സ്വീകരിക്കുന്നിടത്ത് ഇനിയും എവിടെയാണ് വിള്ളലുകൾ ഉള്ളത്, എവിടെയാണ് നികത്തപ്പെടേണ്ട വിടവുകൾ ബാക്കി നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് കൂട്ടായി നമുക്ക് ആലോചിക്കാം. ഒറ്റക്കും കൂട്ടായും ഓരോരുത്തരും പടച്ചവനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ആത്മവിചാരണ നടത്താം. അത്തരം ആത്മവിചാരണകൾ നമുക്ക് ഒരുപാട് നന്മകൾ പകർന്നു നൽകും. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു വസിനു അഅമാലകും ഖബല അൻ തൂസന അലൈക്കും വ ഇന്നമാ യഖിഫുൽ ഹിസാബു യൗമൽ ഖിയാമ അലാ മൻ ഹാസബ നഫ്സഹു ഫിദ്ദുനിയ. നിങ്ങളെ തന്നെയാണ് വിചാരണ ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെയാണ് വിചാരണ ചെയ്യേണ്ടത്. അന്തിമമായി നമ്മെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നാം വിചാരണക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ അമലുകളുടെ പാഠങ്ങളുമായി ചെന്നു നിൽക്കുന്നതിന് മുമ്പ് തന്നെ നാം നമ്മെ വിചാരണ ചെയ്യുക. നമ്മുടെ അമലുകൾ നമുക്ക് തന്നെ തൂക്കി നോക്കാൻ കഴിയണം. എവിടേക്കാണ് നമ്മുടെ അമലുകൾ നമ്മെ കൊണ്ടെത്തിക്കുക? അത് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ പാകത്തിലുള്ള അവസ്ഥയിലാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? അതല്ല, അതുകൊണ്ട് മതിയാവാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയണം. ഇവിടെ നമ്മൾ നമ്മെ വിലയിരുത്തിയാൽ, നമ്മെ സ്വയം വിചാരണ ചെയ്താൽ നാളത്തെ നമ്മുടെ വിചാരണ എളുപ്പമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മെ സ്വയം പരിശോധിക്കാനും സ്വയം വിലയിരുത്താനും സ്വയം നവീകരിക്കാനും കുറവുകൾ തിരുത്തിയും പോരായ്മകൾ പരിഹരിച്ചും അള്ളാഹുവിന്റെ മാസത്തെ വരവേൽക്കാനും അതിനെ പ്രയോജനപ്പെടുത്താനും ഒക്കെയുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത് സൂറത്തുൽ ലുഖ്മാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, സൂറത്തുൽ ലുഖ്മാന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ തലമുറകളുടെ സംസ്കരണത്തെ സംബന്ധിച്ചായിരുന്നു. ഇതിനെക്കുറിച്ചുകൂടി കുറച്ച് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിന്റെ ഘടന തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, അത് പുതിയ തലമുറയാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളിലാണ് അവർ ഏറ്റവും കൂടുതൽ ഉന്നം വെക്കുന്നത്. ആ അർത്ഥത്തിൽ കുടുംബഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ റമദാനിൽ നമ്മുടെ അജണ്ടയിൽ, റമദാനിൽ വേണ്ട മുന്നൊരുക്കത്തിൽ കുടുംബസമേതമുള്ള ഒരു സംസ്കരണ സംവിധാനത്തെ കുറിച്ച്, കുടുംബസമേതം സ്വർഗം അനന്തരമെടുക്കുന്ന ഒരു റമദാൻ അജണ്ടയെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം എന്നാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ആവർത്തിച്ചു ഉണർത്താനുള്ളത്. കുടുംബഘടനയെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ദുശക്തികൾ ആദ്യം തകർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കുടുംബത്തിന്റെ വ്യക്തികളുടെ സദാചാര രംഗത്തെയാണ് നമ്മൾ അറിയണം. സദാചാര മേഖലയിൽ ധാർമ്മിക ശേഷി ചോർത്തിക്കളയുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, നോമ്പ് ആത്മ സംസ്കരണത്തിനുള്ളതാണ്, ആത്മനിയന്ത്രണത്തിനുള്ളതാണ്. ആ നിയന്ത്രണത്തിൽ നമ്മുടെ പൈതാഹേച്ഛയോടൊപ്പം നമ്മുടെ ശാരീരികമായ ഇച്ഛകളെ, നമ്മുടെ ഭോഗേച്ഛകളെ കൂടി നിയന്ത്രിക്കുന്ന ഒരു തലം അതിനുണ്ട്. എല്ലാ ഇച്ഛകൾക്കും കടിഞ്ഞാണിടാനുള്ളതാണ് നോമ്പ് എന്ന് നമുക്കറിയാം. അതൊരു പരിചയമാണ്. എല്ലാത്തരം അരുതായ്മകളെയും പ്രതിരോധിക്കാനുള്ള അതിശക്തമായ പരിചയമായിട്ടാണ് നോമ്പിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അർത്ഥത്തിൽ കുടുംബഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഉന്നം വെക്കുന്നത് ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് സദാചാര മേഖലയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി പാവനമായി കരുതി പോകുന്ന ബന്ധങ്ങളെയൊക്കെ ദുർബലമാക്കുക,
മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ ഇണതുണകൾ തമ്മിലുള്ള പരസ്പര ബന്ധം. അവർ ചെയ്യുന്ന മറ്റൊരു സംഗതി എന്താന്ന് വെച്ചാൽ, അവർ പ്രൊമോട്ട് ചെയ്യുന്ന, അവർ മുന്നോട്ട് വെക്കുന്ന ലൈംഗികമായ ആഭാസത്തരങ്ങൾക്ക്, ലൈംഗികമായ വൃത്തികേടുകൾക്ക്, തോന്നിവാസങ്ങൾക്ക് വളരെ മാന്യമായ പേരുകൾ അവർ നൽകും, വളരെ ആകർഷകമായ പേരുകൾ അവർ നൽകും. എന്നിട്ട് അവക്കൊക്കെ മാന്യതയുടെ പരിവേഷം നൽകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും അതുപോലെ തന്നെ ജെൻഡർ ഈക്വാലിറ്റിയും ലിബറലിസവും ഒക്കെ പുതിയ തലമുറക്ക് വളരെ ആകർഷകമായി തോന്നുന്നത്. അശ്ലീലതയുടെയും സഭ്യതയുടേതുമായ അതിരുകൾ അവർ അപ്രസക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്ന് എല്ലാ മീഡിയകളും അതിന് വമ്പിച്ച പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വരുന്ന നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന പുതിയ തലമുറയെ വഴിതെറ്റിക്കുവാനുള്ള, നമ്മുടെ മക്കളുടെ സദാചാര സങ്കല്പങ്ങളെ അപ്പാടെ തകിടം മറിക്കുന്ന തരത്തിലുള്ള സംഗതികളാണ് ഇന്ന് വിഷ്വൽ മീഡിയകളാണെങ്കിലും പ്രിന്റ് മീഡിയകളാണെങ്കിലും ഇലക്ട്രോണിക് മീഡിയകളാണെങ്കിലും സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയൊക്കെ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ആഭാസത്തരങ്ങളും അശ്ലീലതകളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വൃത്തികേടുകളിലേക്ക് പ്രേരിപ്പിക്കുന്ന, അധമ വികാരങ്ങളെ ഉണർത്തുന്ന ഇക്കിളികളാണ് അവയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ മക്കൾ, കുട്ടികൾ ചീത്തയായിരുന്നത്, പിന്നെ വൃത്തികേടുകൾ അവരിലേക്ക് കടന്നു വന്നിരുന്നത് ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ലാത്ത വിധം വീടുകൾക്കുള്ളിൽ വെച്ച് തന്നെ അവർ വൃത്തികേടുകളിലേക്ക് നീങ്ങുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് പല ചാനലുകളും അതുപോലെ തന്നെ ഇന്റർനെറ്റും വീട്ടിന്റെ അകത്തളങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും ചാറ്റിങ്ങിന്റേതും ഒക്കെ ആയിട്ട് സൈബർ സെക്സിന്റെ ഒരു പുതിയ ലോകം തന്നെ തുറന്നു കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വിശുദ്ധിയുടെ, ആത്മസംസ്കരണത്തിന്റെ, ആത്മനിയന്ത്രണത്തിന്റെ റമദാൻ കടന്നു വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. വൃത്തികേടുകളുടെ വൈറസുകൾ വിരൽത്തുമ്പിൽ നിന്ന് തന്നെ കുട്ടികളിലേക്ക് കടക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികളുടെയും ഒക്കെ സദാചാരത്തിന്റെ കാര്യത്തിൽ തുറന്നു വെച്ച കണ്ണുകൾ, കുറെ കൂടി ഗൗരവമുള്ള നമ്മുടെ പരിഗണനകൾ ആവശ്യമാണ് എന്ന് കൂടി നമ്മൾ അറിയണം. ഇത് ആരുടെ അജണ്ടയാണ് എന്ന് തിരിച്ചറിയാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയണം. ഇത് പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമുദായമാണെങ്കിലും സമൂഹമാണെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുര്യോഗം എന്ന് പറയുന്നത്. ഇത് ആരുടെ അജണ്ടയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് യഥാർത്ഥത്തിൽ പുതിയതല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു പുതിയ സംഗതിയൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അശ്ലീലതകളും ആഭാസത്തരങ്ങളും അതുപോലുള്ള വൃത്തികേടുകളുടെ വ്യാപനവും വികസനവും ഒക്കെ എല്ലാ കാലത്തുമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അജണ്ടയായിരുന്നു എന്ന് തിരിച്ചറിയാൻ പ്രിയമുള്ളവരെ, മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ എല്ലാ കാലത്തുമുള്ള ശത്രുക്കളുടെ അജണ്ടയായിരുന്നു ഈ അശ്ലീലതയും ആഭാസത്തരങ്ങളും അതുപോലുള്ള വൃത്തികേടുകളും ഒക്കെ വ്യാപിച്ചുകൊണ്ട് ഗൗരവപ്പെട്ട വിഷയങ്ങളിൽ നിന്നും മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കുക, സ്വന്തം ജീവിതത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള വിസ്മൃതി സൃഷ്ടിക്കുക. അങ്ങനെ ഇത്തരം ഇക്കിളികളിലും ആഭാസങ്ങളിലും അശ്ലീലതകളിലും ഒക്കെ അഭിനമിച്ചുകൊണ്ട് ആയുസ്സിനെ വൃഥ പിന്നെ വേസ്റ്റാക്കി കളയുക എന്നത് എല്ലാ കാലത്തും ഇസ്ലാമിൽ നിന്നും ജനശ്രദ്ധ തെറ്റിച്ചിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അജണ്ട കൂടിയായി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂറത്തുൽ ലുഖ്മാനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആ ലുഖ്മാൻ അധ്യായത്തിന്റെ ആരംഭത്തിൽ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ്, ജനങ്ങളിൽ ഒരു കൂട്ടർ അവർ വില കുറഞ്ഞ വർത്തമാനങ്ങളെ, അശ്ലീലവും അനാവശ്യവുമായ വർത്തമാനങ്ങളെ, അനാവശ്യവും അശ്ലീലവുമായ രചനകളെ വില കൊടുത്തു വാങ്ങുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി, പടച്ചവന്റെ ദീനിന്റെ മാർഗത്തിൽ നിന്നും ആളുകളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി, ഒരു വിവരവുമില്ലാതെ, ഒരു യാഥാർത്ഥ്യബോധവുമില്ലാതെ, പ്രവാചകന്റെ ദീനി പ്രബോധനത്തെ പരിഹസിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവരെ കാത്തിരിക്കുന്നത് നിന്ദ്യമായ, വളരെ ഹീനമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിനൊടുവിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് പോവുകയാണ്. പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ മുശ്രിക്കുകൾ പല പ്രചരണങ്ങളും ഇതിനെതിരിൽ നടത്തി നോക്കി.
വ്യാപകമായ കുപ്രചരണങ്ങൾ കൊണ്ട് പ്രവാചകന്റെ പ്രബോധനത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും അവർ നടത്തി നോക്കുന്നുണ്ട്. മുഹമ്മദ് കവിയാണെന്ന്, മുഹമ്മദ് മാരണക്കാരനാണെന്ന്, മുഹമ്മദ് ജ്യോത്സ്യനാണെന്ന്, അതല്ല മുഹമ്മദ് മാന്ത്രികനാണെന്ന്, അതല്ലെങ്കിൽ മുഹമ്മദ് ഭ്രാന്തനാണെന്ന്, ഇങ്ങനെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടും അതൊന്നും അങ്ങോട്ട് യേശുന്നില്ല. കാരണം അവർക്കിടയിൽ, അവരുടെ ഇടയിൽ ഏറ്റവും മാന്യനായി 40 വയസ്സ് വരെ അവർ തന്നെ പേരിട്ട അൽ അമീൻ എന്ന ആ തികച്ചും സത്യസന്ധതയുടെ ആൾ രൂപമായി അവർക്കിടയിൽ ജീവിച്ച മുഹമ്മദ്, ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യുവാനുള്ള, പ്രവാചക വ്യക്തിത്വത്തെ ഉൾപ്പെടുത്താനുള്ള ഇവരുടെ ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആളുകൾ അനുദിനം അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത് കണ്ട് ഇവർ പരിഭ്രാന്തരായി തീരുകയാണ്. മുശ്രിക്കുകൾ അമ്പരക്കുകയാണ്. അങ്ങനെ അവർ കൂടിയാലോചിക്കുകയാണ്, എങ്ങനെയാണ് പ്രവാചകന്റെ പ്രബോധനത്തിനെതിരിൽ ജനങ്ങളെ തിരിച്ചുവിടാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രബോധനത്തിലേക്ക് ജനങ്ങൾ ആകർഷമാകുന്നതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാൻ എന്തുണ്ട് വഴി എന്ന രീതിയിൽ ഇവർ കൂടിയാലോചന നടത്തുകയാണ്. കൂട്ടത്തിൽ ഒരു പ്രമാണി ഉണ്ടായിരുന്നു, നദർ ഇബ്നു ഹാരിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നന്നായി ജനമനസ്സുകളെ ആകർഷിക്കാൻ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദിന്റെ കീഴിലുള്ള ഖുർആൻ അത് വല്ലാത്തൊരു മാസ്മരികത ശേഷിയുള്ളതാണ്. ആളുകളെ ജനമനസ്സുകളെ ആകർഷിക്കാനുള്ള അവന്റെ ഏറ്റവും വലിയ കരുത്ത് ഖുർആനാണ്. ഈ മാസ്മരികതയിലേക്കാണ് ആളുകൾ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ തടയിടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്റെ മുമ്പിൽ ഞാനൊരു മാർഗമേ കാണുന്നുള്ളൂ. ഇതും പറഞ്ഞിട്ട് അയാൾ നേരെ ഇറാഖിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇറാഖിലേക്ക് പോയിട്ട് അവിടെ അനറബി രാജാക്കന്മാരുടെ ചരിത്ര കഥകളുണ്ട്, അതുപോലെ തന്നെ റുസ്തം കഥകൾ, നമ്മുടെ ഭാഷയിൽ നാടൻ കഥകളും നോവലുകളും പൈങ്കിളികളും, പിന്നെ കുറെ നർത്തകികളെയും എന്ന് പറഞ്ഞാൽ മേനി കാണിച്ച് നൃത്തം ചെയ്യുന്ന നല്ല ഗായികമാരായ സ്ത്രീകളെയും ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. ഈ ഇറാഖിൽ ഇദ്ദേഹം വാങ്ങിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് അവരെ കൊണ്ട് മക്കയുടെ തെരുവുകളിൽ നൃത്തത്തിന്റെയും പാട്ടിന്റെയും ഒക്കെ ഉന്മാദ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. പ്രവാചകന്റെ പ്രബോധനത്തിൽ ആകൃഷ്ടരാകുന്നവരുടെ അടുത്തേക്ക് ഈ ഗായികമാരെയും നർത്തകിമാരെയും ഒക്കെ സ്ത്രീകളെ, ഈ നർത്തകിമാരും ഗായികമാരും ഒക്കെയായ ഈ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന സ്ത്രീകളെ അയച്ചുകൊണ്ട് അവർക്ക് മുമ്പിൽ ആടിപ്പാടി നൃത്തം വെച്ച് അവരുടെ മനസ്സ് പ്രവാചകരിൽ നിന്ന് പറിച്ചെടുക്കുവാൻ നദർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പയറ്റിയ അതേ തന്ത്രത്തിന്റെ ആവർത്തനമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാനലുകളിലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പുതിയ അജണ്ടയല്ല, നേരത്തെയുള്ള പഴയ അജണ്ടയുടെ ആവർത്തനം മാത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുക. അങ്ങനെ അശ്ലീലതകളും ആവാസത്തരങ്ങളും വൃത്തികേടുകളും അനാവശ്യങ്ങളും ഒക്കെ കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെയുള്ള, അത് രസിക്കുവാനും ഒക്കെയുള്ള, അങ്ങനെ മനുഷ്യന്റെ സമയത്തെ അതുപോലെ തന്നെ അവന്റെ ആയുസ്സിനെയൊക്കെ അതിൽ തളച്ചിടുക, അത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ അതിന്റെ ആസ്വാദനങ്ങളിൽ അഭിരമിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ പറഞ്ഞ മീഡിയകളാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ മത്സരിക്കുന്നത്, പ്രേക്ഷകരെ കൂടുതൽ അവർ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാമുകൾ, അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടണമെങ്കിൽ എത്ര കണ്ട് അശ്ലീലമാകാൻ സാധിക്കും, എത്ര കണ്ട് വൃത്തികേടുകൾ പ്രചരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ അശ്ലീലതകളെയും ആഭാസത്തരങ്ങളെയും ഒക്കെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ നിലനിൽപ്പ് തന്നെ സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ തലമുറ അല്ലെങ്കിൽ നമ്മൾ തന്നെയും ഈ ഒഴുക്കിൽ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, ഈ വൃത്തികേടുകളുടെ ഈ മലവെള്ളപ്പാച്ചിലിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നല്ല കരുതൽ ഉണ്ടാകേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തെ തന്നെ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴിച്ചു പോകാതെ പിടിച്ചു നിർത്തുവാൻ നല്ല ജാഗ്രത സമുദായം പാലിക്കേണ്ടതുണ്ട്. അരുതായ്മകളുടെയും വിലക്കുകളുടെയും ലോകത്ത് പുതിയ തലമുറ വളർന്നു വരുന്ന കുട്ടികളുടെ മുമ്പിൽ പാടില്ലകളുടെ അല്ലെങ്കിൽ വിലക്കുകളുടെ ലോകത്ത് മാത്രം അവരെ തളച്ചിടാമെന്ന് നമ്മൾ വ്യാമോഹിക്കരുത്. കുട്ടികളുടെ മുന്നിൽ ഒരു വിലക്ക് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അരുതായ്മകൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് ആസ്വദിക്കുവാനുള്ള വിനോദങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ നന്മകളിലേക്ക്, നന്മയുള്ള വിനോദങ്ങൾ അവരെ വഴിതിരിച്ചു വിടാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ഒരു തിന്മയെ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുമ്പോൾ നന്മ പകരം വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർവഹിച്ചിരുന്നത് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ ഒരു ശൂന്യത എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നന്മയുള്ള പകരങ്ങൾ, നന്മയുള്ള ആസ്വാദനങ്ങൾ കുട്ടികൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ തലമുറകൾക്ക് മുമ്പിൽ ധാരാളമായി നമുക്ക് പകരം വെക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മർ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. ഹദീസ് നമുക്ക് സുപരിചിതമാണ്. നിങ്ങളൊരു തിന്മ കണ്ടാൽ
നിങ്ങളുടെ മുമ്പിൽ ഒരു തിന്മയുടെ വിളയാട്ടം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അതിനെ മുങ്കറൻ, നിങ്ങളുടെ മുമ്പിൽ ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ അത് സാധ്യമാകുന്ന വിധം ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ തടയണം. തടയുക എന്നല്ല അതിന്റെ അർത്ഥം, നിങ്ങൾ അതിനെ മാറ്റണം എന്നാണ്. തകയ്യറാക്കുക എന്ന് പറഞ്ഞാൽ പകരം വെക്കുക എന്നതാണ്. പലപ്പോഴും നമ്മൾ ഇതിന്റെ അർത്ഥം പഠിക്കുമ്പോൾ നിങ്ങളൊരു തിന്മ കണ്ട അതിനെ കൈകൊണ്ട് തടയുക, അതിന് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് തടയുക, നിങ്ങളത് മനസ്സുകൊണ്ട് നിങ്ങൾ അതിനെ വെറുക്കുക, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ പലപ്പോഴും ഈ ഹദീസിന് അർത്ഥം പറയുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് തടയുക, നാവ് കൊണ്ട് തടയുക എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ തഗയ്യറാക്കുക എന്ന് പറഞ്ഞാൽ പകരം വെക്കുക എന്നതാണ്. നന്മയെ പകരം വെച്ചുകൊണ്ടാണ് നമ്മൾ അരുതായ്മകളെ, സമൂഹത്തിൽ തിന്മകളെ ഇല്ലാതാക്കേണ്ടത്. പ്രവാചകന്റെ സംസ്കരണ സംരംഭങ്ങൾ നമ്മൾ പഠിച്ചാൽ, ഇസ്ലാമിന്റെ സംസ്കരണ അധ്യാപനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു തലം നമുക്ക് കാണാൻ സാധിക്കും. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. പലിശയെ നിരോധിക്കുമ്പോൾ, പലിശയെ ഹറാമാക്കുമ്പോൾ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, വലാ തഖറബു സിന, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ സദാചാര രംഗത്തെ അപകടപ്പെടുത്തുന്ന ഈ വൃത്തികേടുകൾക്കെതിരിൽ ഇസ്ലാം നിലപാട് സ്വീകരിക്കുമ്പോൾ വിവാഹത്തിന് വമ്പിച്ച പ്രോത്സാഹനവും പ്രേരണയും നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ പ്രകൃതത്തെ പരിഗണിച്ചുകൊണ്ടുള്ള, മനുഷ്യന്റെ ജൈവികവും ശാരീരികവുമായ ആഗ്രഹത്തെ പരിഗണിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ്, അധ്യാപനങ്ങളാണ് ദീനുൽ ഇസ്ലാം നൽകിയിരിക്കുന്നത്. മക്കയിലെ വിഗ്രഹങ്ങളെ മുഴുവനും നീക്കം ചെയ്യുന്നത് ആ വിഗ്രഹാരാധകരുടെ മനസ്സിൽ അവരുടെ ആരാധനാബോധത്തെ തൃപ്തിപ്പെടുത്തുവാൻ അള്ളാഹു എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തെ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയതിനു ശേഷമാണ്, അല്ലെങ്കിൽ സ്ഥാപിച്ചതിന് ശേഷമാണ് അവരുടെ തന്നെ കൈകൾ കൊണ്ട് മക്കയിലെ വിഗ്രഹങ്ങൾ, കഅബയിലെ വിഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കം ചെയ്യിക്കുന്നത്. ഞാൻ പറഞ്ഞത് നന്മകളെ പകരം വെച്ചുകൊണ്ടാണ് തിന്മകളിൽ നിന്നും നമ്മൾ മക്കളെ അകറ്റി നിർത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം അല്ലെങ്കിൽ അതിലുപരിയായി പടച്ചവനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിന്റെ നൈമിഷികതയെ സംബന്ധിച്ചൊക്കെയുള്ള ബോധം വളരുന്ന തലമുറയിൽ രൂഢമൂലമാക്കാൻ നമുക്ക് കഴിയണം. എന്തിന്റെയും ന്യായാന്യായതകൾ പരിശോധിക്കുന്ന നമ്മുടെ തലമുറക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിത്തറകളിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, ഇസ്ലാമിന്റെ മൗലികമായ വിശ്വാസങ്ങൾ അവരുടെ മനസ്സുകളിലേക്ക് വളരെ ആഴത്തിൽ അടിയുറപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാതെ പടച്ചവനും പരലോകവും ഒക്കെ കേവലം ഒരു അറിവ് എന്നതിനപ്പുറത്ത് നമ്മിൽ നിന്നും, നമ്മുടെ ജീവിത ഇടപാടുകളിൽ നിന്നും, നമ്മുടെ ജീവിത രീതിയിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് അത് അനുഭവിക്കുവാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കണം. അള്ളാഹുമായുള്ള ബന്ധം, നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം, ആരാധനകളിലുള്ള നമ്മുടെ നിഷ്ഠ, മനുഷ്യരുമായുള്ള ഇടപെടലുകൾ, നമ്മൾ പാലിക്കുന്ന മര്യാദകൾ, സമൂഹ ബന്ധത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, അങ്ങനെ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് അത് ബോധ്യപ്പെടണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കുന്നതിനേക്കാളും നമ്മെ അനുകരിക്കാനാണ് അവർക്ക് താല്പര്യം ഉണ്ടാവുക എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരു സ്വപ്നം ഉണ്ടാകണം. നമ്മളും നമ്മുടെ കുടുംബവും ഒന്നിച്ച് അള്ളാഹുവിന്റെ സ്വർഗം അനന്തരം എടുക്കുന്ന ഒരു സ്വപ്നം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. ഇത് എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിനെ അലട്ടുന്ന ഒരു സ്വപ്നമാകണം. നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, താലോലിക്കുന്ന, ഏറെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്വപ്നമാവണം. ഭാവനയിൽ നമ്മൾ കാണണം, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം. നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴങ്ങിയും വണങ്ങിയും നാഥനെ തൃപ്തിപ്പെട്ട ജീവിതം നയിച്ച സത്യവിശ്വാസികളെ സ്വർഗീയ ആരാമങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ, ആ സ്വർഗീയ ആരാമങ്ങളിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടും. അവർ മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, ഈ സൽക്കർമ്മങ്ങളുടെ ജീവിതത്തിൽ അവരെ പിന്തുടർന്ന, അവരോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ മാതാപിതാക്കളും അവരുടെ ഇണകളും അവരുടെ മക്കളും അവരെയും ഈ പറഞ്ഞ സ്വർഗവാസികളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തു കൊടുക്കുമെന്നാണ്. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് ഇന്ന ഫിൽ ജന്നത്തി സമാനിയത അബ്വാബ് എന്നൊരു ഹദീസുണ്ട്. സ്വർഗ്ഗത്തിന് 8 വാതിലുകൾ ഉണ്ട് എന്ന്. ഏതായാലും അല്ലാഹ് പറയാണ്, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലുകളിലൂടെയും മലക്കുകൾ അവരിലേക്ക് വരും. സലാമുൻ അലൈക്കും, അവർക്ക് അവരുടെ അല്ലാഹുവിന്റെ സലാം അവരെ അറിയിക്കും, സമാധാനത്തോടു കൂടിയുള്ള ഫനിഅമ ഉഖബദ്ദാർ,
അല്ലെ? സലാമുൻ അലൈക്കും ബിമാ സബർതും, അള്ളാഹുവിന് കീഴ്പ്പെട്ട് പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തെ വിട്ടുകൊടുത്ത് പടച്ചവന്റെ ഇഷ്ടം സ്വന്തം ഇഷ്ടമാക്കി, കുടുംബത്തിന്റെ ഇഷ്ടമാക്കി, കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിച്ച് അങ്ങനെ പടച്ചവൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബജീവിതം കെട്ടിപ്പടുത്തതിന്റെ ഫലമായി ആ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടനഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ സ്വബർ കൊണ്ട് അതിജീവിച്ചതിന്റെ ഫലമായി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം ഒന്നിച്ച് അനന്തരമെടുക്കാം എന്ന് മലക്കുകൾ ആശംസിക്കുന്ന ഒരു രംഗം, അതൊരു ഭാവനയിൽ നമുക്ക് കാണാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കള്, ചില കുട്ടികളൊക്കെ പഠനത്തിന് വേണ്ടി ഹോസ്റ്റലിൽ പോയി നിൽക്കാറുണ്ടാവും. ആ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് 2 ദിവസം ലീവിന് വരുമ്പോൾ ആ വീട്ടിലുള്ളവർ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് മക്കള് വീട്ടിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ മക്കള് ഗൾഫിലുള്ള കുടുംബങ്ങള് 1 മാസത്തെ ലീവിനൊക്കെ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ ആ വീട്ടുകാരുമായി ഒന്നിച്ച് കഴിയുന്ന സന്ദർഭത്തിൽ അവരും വീട്ടുകാരും അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലെ? അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികൾ 1-2 ദിവസത്തെ അല്ലെങ്കിൽ 4 ദിവസം സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അവരും വീട്ടുകാരും അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ താൽക്കാലികമല്ലേ? ആ ഹോസ്റ്റലിൽ വന്ന കുട്ടി ലീവ് കഴിഞ്ഞാൽ പോകുന്നു, ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ 1 മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ ഭർത്തൃ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികൾ അവരാ നിശ്ചയ ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു. അപ്പൊ ഈ സന്തോഷമൊക്കെ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഇനി അതൊന്നുമല്ലെങ്കിലും ഈ ആനന്ദം അധികകാലം ഒന്നിച്ച് അനുഭവിക്കാൻ നമ്മൾ എത്ര കാലമാണ് ഇവിടെ ബാക്കി ഉണ്ടാവുക? ഈ വീട്ടിനുള്ളിലുള്ളവരൊക്കെ ഇതുപോലെ എന്നും ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? എത്ര നാൾ, ഇനി എത്ര ദിവസം എന്ന് നമുക്കറിയില്ലല്ലോ. എന്നാൽ ഇത് പരിമിതികളില്ലാത്ത, ദുനിയാവിന്റെ ഒരു പരിമിതികളും ഇല്ലാത്ത നാളത്തെ പാരത്രിക ജീവിതത്തിൽ നമ്മൾ ആരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ടാകുമ്പോഴാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത്, ആരൊക്കെ ഒത്തുചേരുമ്പോഴാണോ വീട്ടിനകത്ത് വലിയ ആനന്ദവും സന്തോഷവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത്, ഈ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുന്ന ശാശ്വതമായ സ്വർഗീയ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഭാവന ചെയ്യാൻ കഴിയണം, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള അധ്വാന പരിശ്രമങ്ങളെ കുറിച്ച് വീട്ടിനുള്ളിലുള്ളവരുമായി കൂടിയാലോചിക്കണം. പരിശുദ്ധ റമദാൻ പടിവാതിൽക്കലേക്ക് എത്തി നിൽക്കുന്ന ഈ സന്ദർഭം അതിന് ഏറ്റവും അനുയോജ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ആസന്നമാകുന്ന റമദാനിനെ നമ്മളും നമ്മുടെ കുടുംബവും ഒന്നിച്ച്, മാതാപിതാക്കളും മക്കളും ഇടതുണകളും ഒക്കെ ഒന്നിച്ച് അള്ളാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കുവാനുള്ള രീതിയിൽ ഈ പരിശുദ്ധ റമദാനിനെ ആസൂത്രണത്തോടു കൂടി, നല്ല മുന്നൊരുക്കത്തോടു കൂടി എതിരേൽക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും, അങ്ങനെ റമദാനിന്റെ അനുഗ്രഹ സൗഭാഗ്യങ്ങൾ പരമാവധി ആസ്വദിച്ചും അനുഭവിച്ചും പ്രയോജനപ്പെടുത്തിയും കുടുംബസമേതം ഒന്നിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന് അർഹമായി തീരുന്ന ഒരു റമദാനായി ഈ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രയോജനപ്പെടുത്തി തരികയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.